തയ്യാറാവാൻ എത്ര നേരം എടുക്കും? ബാങ്ക് അടച്ചു പോവേ. പോവാം, ഒരു 2 മിനിറ്റ്. ഞാൻ ഈ ഷൂസിന്റെ ലേസ് ഒന്ന് കെട്ടിക്കോട്ടെ. റെഡി. പപ്പാ, നിങ്ങള് രണ്ടുപേരും എവിടെ പോവാ? ഞങ്ങള് ബാങ്ക് വരെ പോവാ, ലോക്കർ വാടകയ്ക്ക് എടുക്കാനേ. ലോക്കറോ? ഏത് നിധി ഒളിപ്പിക്കാനാ ശ്രമിക്കുന്നേ? നീ വിഷമിക്കണ്ട മോളെ, ഈ നിധിയുടെ താക്കോല് നിന്റെ കയ്യിലാ തരാൻ പോകുന്നത്. നിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഞങ്ങള് കുറച്ച് സ്വർണം വാങ്ങാൻ തീരുമാനിച്ചിരിക്കുക. അതിനാദ്യം ബാങ്കിൽ ഒരു ലോക്കർ എടുക്കാന്ന് കരുതി. പക്ഷെ ലോക്കറിന്റെ ആവശ്യം എന്താണ്? വീട്ടിൽ വെച്ച വല്ല മോഷണവും പോയാലോ? ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ ഒരു ആഗ്രഹവും ഇല്ല. ഇതിപ്പോ ബാങ്കിലാവുമ്പോ വീടിനേക്കാൾ സുരക്ഷിതമായിരിക്കുമല്ലോ. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഡിജിറ്റൽ യുഗത്തിൽ നിങ്ങൾ എന്തിനാണ് ഭൗതിക സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത്? അപ്പം നമ്മൾ സ്വർണം വാങ്ങുന്നത് എങ്ങനെയാ? ഫിസിക്കൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിനു പുറമെ ഇലക്ട്രോണിക് രീതിയിൽ സ്വർണം വാങ്ങുന്നതിന് മറ്റു നിരവധി മാർഗങ്ങളുണ്ടല്ലോ പപ്പ. എന്നുവെച്ചാ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ, സർക്കാർ സെക്യൂരിറ്റികൾ, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ അല്ലെങ്കിൽ ETFs, കൂടാതെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡ് സ്കീമുകൾ. ഇത് മാത്രമല്ല, ഒരു നിയന്ത്രിത കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും വരെ സ്വർണം വാങ്ങാം. അതിന്റെ ഡെലിവറി ഇലക്ട്രോണിക് ഫോമായിട്ടും ലഭിക്കും. ആവശ്യമെങ്കിൽ നാളെ ഭാവിയിൽ അത് ഫിസിക്കൽ ഡെലിവറിയായി വീട്ടിലേക്കും ലഭ്യമാകുന്നതാണ്. ഈ ഓപ്ഷനുകളെ കുറിച്ച് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. പക്ഷേ ഫിസിക്കൽ സ്വർണത്തിന് പകരം ഇതിലൊക്കെ നിക്ഷേപിക്കുന്നതിന് എന്താ പ്രയോജനം? ഇവയിൽ നിക്ഷേപിക്കുന്നത് കൊണ്ട് ചില പ്രധാനപ്പെട്ട നേട്ടങ്ങളുണ്ട്. അതായത് സ്വർണത്തിന്റെ വിലയിൽ നിങ്ങൾക്ക് സുതാര്യത ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഒരു നിയന്ത്രിത സ്ഥാപനത്തിൽ നിന്നുമായിരിക്കും ഇത് വാങ്ങുന്നത്. സ്വർണത്തിന്റെ പരിശുദ്ധിക്കും ഉറപ്പ് നൽകുന്നു. അത് സംഭരിക്കുന്നതിന് അപകടവും ഉണ്ടാകുന്നതായിരിക്കില്ല. നീയാള് കൊള്ളാലോ. നിങ്ങൾ കണ്ടോന്നേ, നമ്മുടെ മോൾ എത്ര ബുദ്ധിമതിയാണെന്ന്. ഇലക്ട്രോണിക് രൂപത്തിൽ സ്വർണത്തിൽ നിക്ഷേപിക്കാൻ എളുപ്പവും സുരക്ഷിതവുമായ നിരവധി ഓപ്ഷനുകൾ ലഭ്യമാണ്. വിവേകത്തോടെ ചിന്തിക്കൂ, കൃത്യമായി നിക്ഷേപിക്കൂ.